മാന്യ പ്രേക്ഷകരെ നമസ്കാരം. നമ്മളെ എല്ലാവരെയും അതല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസികളെ ഭാരത സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന ഓരോ ആളുകളെയും വളരെയധികം വേദനിപ്പിച്ച ഒന്ന് തന്നെയാണ് ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന എസൻസ് ഗ്ലോബലിന്റെ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നിരീശ്വരവാദികളും അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നരഭോജികളുടെ പ്രൊമോഷന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറെ വർഗങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടന. അത്തരത്തിൽ തന്നെയാണ് അതിനെ സൂചിപ്പിക്കേണ്ടത്. എന്തായാലും ഈ എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന ആ സംഘടനയുടെ അവരുടെ ഒരു മാഗസിൻ ഉണ്ട്. ആ മാഗസിന്റെ ഓഥർ ആണ് എന്നുള്ളതൊക്കെയാണ് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ തേടിയപ്പോൾ നമുക്ക് കിട്ടിയത്. മാത്രമല്ല ഇയാളുടെ വീടും മറ്റുള്ള അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾ ചെയ്ത തെണ്ടിത്തരം, ഇയാൾ ചെയ്ത ശുദ്ധ ചെറ്റത്തരം എന്ത് എന്നുള്ളത് ഈ സന്ധ്യാ നേരത്തായിട്ട് പോലും ഈ ലൈവിൽ എനിക്ക് നിങ്ങളോട് ഈ ഭാഷയിൽ തന്നെ പറയേണ്ടതുണ്ട്. അത് എന്താണ് എന്നുള്ളത് ഞാൻ ഒന്ന് പ്രേക്ഷകർക്ക് കേൾപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് പോവേണ്ടതുണ്ട്. ഒന്ന് കേട്ടിട്ട് മടങ്ങി വരാം. അപ്പൊ ഭീമൻ ചെന്നിട്ട് ദുര്യോധനന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, നിനക്കോ സ്ഥലമോ ഓടാന്ന് പറഞ്ഞു. അപ്പൊ ഭീമന് പെട്ടെന്ന് ദേഷ്യം വരും. ഭീമൻ അവിടെ കിടന്ന ഒരു വിറവുള്ളി എടുത്ത് ദുര്യോധനെ അടിക്കാനായിട്ട് ഓടിച്ചെന്നു. ഭീമൻ ഇങ്ങനെ അവനുമായിട്ട് അടി ഉണ്ടാക്കുമ്പം അഭിമന്യു ഇത് കണ്ടിച്ച് തന്റെ വല്യച്ഛനെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇവന് ദേഷ്യം വന്നു. ഇവൻ ഭീഷ്മർക്ക് നേരെ കല്ല് പെറുക്കി എറിഞ്ഞു. കൃപാചാരി വന്നിച്ച് പറഞ്ഞു, ഈ വല്യപ്പൻ കാരണവരെയാണോടാ നീ കല്ല് പെറുക്കി എറിയുന്നതെന്ന് ചോദിച്ചു പിടിച്ചിട്ട് രണ്ടടിയും വെച്ചെടുത്തു. ഇവന് 10-12 വയസ്സേ ഉള്ളൂ അഭിമന്യുവിന്. അത് കണ്ടപ്പോഴത്തേക്കും ഈ 12 വയസ്സുള്ളെങ്കിലും അവൻ അളിയനുണ്ട്, ഉത്തരൻ. ഈ ഉത്തരനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്നതല്ല, അവന്റെ പശു കഴിഞ്ഞു പോയതിനെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോഴാണ് അളിയനെ പിടിച്ചിട്ട് അടിക്കുന്നു. അപ്പൊ ഇവൻ ചെന്നിട്ട് ഇവനും കൂടെ കൂടി അടിക്കാൻ കൂടി. അവര് കൂട്ടത്തല്ലാകുന്നതിനിടയ്ക്ക് എവിടെയോ പറ്റിട്ട് ഈ ഉത്തരൻ മരിച്ചുപോയി. ഇപ്പൊ ഇതറിഞ്ഞപ്പോഴത്തേക്ക് അർജുനൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട, വേറെ ഏതെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു. ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത. ഇവൻ അയർലൻഡിലാണ് ഇവൻ ജോലി ചെയ്ത് ജീവിച്ചു വരുന്നത്. ഇവന്റെ വിചാരം ഇവൻ കാലാകാലം അയർലൻഡിൽ തന്നെ ജീവിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രസ്താവനയാണ് ഇവൻ നടത്തി കളഞ്ഞത്. കാരണം നമ്മൾക്കറിയാം, കേരളത്തിൽ എന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കേണ്ട. കാരണം കേരളത്തിലെ ഹിന്ദുക്കളുടെ പ്രതികരണ ശേഷി എന്തെന്ന് ഇന്നിപ്പോ ഞാൻ കുറച്ചു മുൻപ് RV ബാബു സാറുമായി സംസാരിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള RV ബാബു സാർ, അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ട് നല്ല ഒരുപാട് ബന്ധം കീപ്പ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹവുമായിട്ട് ഏകദേശം 20 മിനിറ്റ് ഈ വിഷയവുമായി സംബന്ധിച്ച സമയത്ത് അദ്ദേഹം പങ്കുവെച്ച ഒരുപാട് ആശങ്കകൾ, ആകുലതകൾ, വേദനകൾ വലുത് തന്നെയാണ്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു സമൂഹം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾക്കും വീഡിയോകൾക്കും താഴെയൊക്കെ കമന്റ് ഇട്ട് എന്ന് വേണ്ട, നമ്മൾ തന്നെ ചെയ്ത വീഡിയോയുടെ അടിയിലൊക്കെ കമന്റ് ഇട്ടിട്ടുള്ള ഒരുപാട് ആളുകളുടെ കമന്റ് ഞാൻ കണ്ട വിവരമൊക്കെ അദ്ദേഹത്തോട് ഞാൻ പങ്കുവെച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു കാര്യമുണ്ട്, അതിലെ യാഥാർത്ഥ്യം ഇവിടെ തുറന്ന് പറയേണ്ടതുണ്ട്. കാരണം ഈ വിഷയം കൃത്യമായിട്ടും മതനിന്ദയാണ്. ഓരോ വിശ്വാസിയെയും ഓരോ ഭാരതീയനെയും ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഭഗവത്ഗീത എന്ന് പറയുന്ന ഭാരതത്തിന്റെ പൈതൃകം, സംസ്കാരം, ആ സംസ്കാരത്തെ അപമാനിക്കുക, മഹാഭാരത യുദ്ധത്തെ ഇത്ര കണ്ട് അവഹേളിക്കുക എന്നുള്ളത് കൃത്യമായിട്ടും ഇവനെതിരെ ഈ ടോമി സെബാസ്റ്റ്യൻ, അയർലൻഡിലാണ് ഇവൻ താമസിക്കുന്നത്. പക്ഷേ ഇവന്റെ വീട്ടുകാരും ഇവന്റെ ബന്ധുക്കളും ഇവന്റെ മറ്റുള്ള ഒട്ടേറെ വേരുകളൊക്കെ ഈ കേരളത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെതിരെ ഇന്നിപ്പോൾ ഹിന്ദി ബെൽറ്റുകളിൽ, നമുക്കറിയാം കേരളത്തിലുള്ള ഹിന്ദു വിശ്വാസികൾ അതല്ലെങ്കിൽ ഹിന്ദുക്കൾ എത്രത്തോളം ഭീരുക്കളാണ്, പേടിത്തൂറികളാണ് എന്ന് നമ്മൾക്കറിയാം. ഇപ്പോ ഞാനൊക്കെ ഇത്തരത്തിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറയുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ഡീപ്രമോട്ട് ചെയ്യുന്നത്, നമ്മളെ അങ്ങോട്ട് ഉപദേശിച്ചിട്ട് വലിയ മാർപ്പാപ്പയൊക്കെ ആക്കി മാറ്റാൻ വരുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. പക്ഷെ എന്റെ സ്വഭാവം വെച്ചുകൊണ്ട് ആ ഉപദേശകരുടെ ഉപദേശം ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ പുറത്തു വിടുക എന്നുള്ളത് തന്നെയാണ്. അത് എന്നെ ഉപദേശിച്ചിട്ടുള്ളവരും ഉപദേശിക്കാൻ ഇനി വരുന്നവരും മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് ഉപദേശിക്കാൻ വരിക എന്ന് വീണ്ടും പറയുകയാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും എൻ്റെ വ്യക്തിബന്ധം ഉപയോഗിച്ചുകൊണ്ട് എന്നെ നേരിട്ട് വിളിച്ച് ഉപദേശിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ആ രീതിയിൽ ഉപദേശിച്ചാലും മാറാൻ പോകുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കാരണം എൻ്റെ സംസ്കാരത്തെ, എൻ്റെ ആചാരത്തെ, എൻ്റെ അനുഷ്ഠാനത്തെ, എൻ്റെ ഭാരതത്തെ ദ്രോഹിക്കുന്ന അത് ഏത് ടോമി സെബാസ്റ്റ്യൻ ആയാലും അവന്റെ ബാപ്പാന്റെ ബാപ്പ ശിവനായിരിക്കും എന്നുള്ളത് നമ്മൾക്കറിയാം, സുബ്രഹ്മണ്യനായിരിക്കും എന്നുള്ളത് നമ്മൾക്കറിയാം. അവനൊക്കെ മാർഗം കൂടി എങ്ങനെയാണ് ടോമി സെബാസ്റ്റ്യൻ എന്ന പേരിലേക്ക് എത്തിയത് എന്ന് ചിന്തിക്കുന്ന അവന് കൃത്യമായിട്ടും 3-4 തലമുറയുടെ പുറകിലേക്ക് പോയാൽ മതി. കൃത്യമായിട്ടും അവന് മനസ്സിലാക്കാൻ പറ്റും അവന്റെ അമ്മയുടെ പേരും അവന്റെ അച്ഛന്റെ പേരും എന്തായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട്
സ്വന്തം മാതാവിനെയും സ്വന്തം പിതാവിനെയും വരെ കൂട്ടിക്കൊടുത്താലും വേണ്ടില്ല ഇസ്ലാമിക ജിഹാദികളുടെയും അതല്ലെങ്കിൽ ലോകത്താകമാനം ഭാരതത്തിന്റെ ആ 1-ാം നമ്പർ അതല്ലെങ്കിൽ ഭാരതത്തിന്റെ ആ കുതിപ്പിനെതിരെ അസൂയാലുക്കളായി മാറിയിട്ടുള്ള ആളുകൾ ഭാരതത്തിന്റെ സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരുമെന്നുള്ളതും അത്തരത്തിൽ ടൂളുകളായി ഉപയോഗിക്കാൻ ഒരുപാട് ഈ പറയുന്ന ടോമി സെബാസ്റ്റ്യന്മാരെ ഉപയോഗിക്കുമെന്നുള്ളത് നമ്മൾക്കറിയാം. പക്ഷെ അവരോട് കൃത്യമായിട്ടും ഇത്തരത്തിൽ തന്നെയായിരിക്കും എന്റെ മറുപടി എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറയാതിരിക്കാനാവില്ല. അതായത് മഹാഭാരത യുദ്ധം എന്താണ് എന്നുള്ളതും അത് നടന്നോ നടന്നില്ലയോ അത് മിത്താണോ എന്നുള്ളതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അത് ഭാരതത്തിന്റെ ഒരു സംസ്കാരം തന്നെയാണ്. അത് കേരളത്തിൽ ഇരിക്കുന്ന ഒരുപാട് ഊച്ചാളികളായിട്ടുള്ള ഹിന്ദുക്കളും ഊച്ചാളികളായിട്ടുള്ള ക്രിസ്ത്യാനികളും പിന്നെ രാജ്യം നശിച്ചാലും വേണ്ടില്ല ഞമ്മന്റെ രാജ്യമായി മാത്രം ഭാരതത്തെ കാണുന്ന ഇസ്ലാമിക കൊടും ഭീകരന്മാരും ഒക്കെ വിചാരിച്ചാലൊന്നും ആ സംസ്കാരത്തെ തൊട്ടുകളിച്ചാൽ അത് വെറുതെ വിടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇവൻ അയർലൻഡിലാണ് ഇവൻ ജോലി ചെയ്ത് താമസിച്ച് ഇവന്റെ ഈ വിടുവായത്തരമൊക്കെ പറയുന്നത്. നാട്ടിൽ നിന്നുകൊണ്ട് അവന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം ഇവിടെ ഈ നാട്ടിൽ ഈ കേരളത്തിലുള്ള ആളുകളായിട്ടുള്ള ഹിന്ദുക്കൾ ഒരുപാട് ഹിന്ദുക്കളുണ്ട്, പേടിത്തൂറികളായിട്ടുള്ള ഷണ്ടന്മാരായിട്ടുള്ള ഹിന്ദുക്കളുണ്ട്. പക്ഷെ എല്ലാവരും ആ കൂട്ടത്തിലല്ല. പക്ഷെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹിന്ദുക്കൾ കൃത്യമായിട്ടും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇവനെതിരെ വ്യത്യസ്ത സ്റ്റേഷനുകളിൽ സംസ്ഥാനങ്ങളിൽ തന്നെ ഇവനെതിരെ കേസുകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവനെതിരെ കൃത്യമായിട്ടും അയർലൻഡിൽ തന്നെ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. ഞാൻ എന്റെ അയർലൻഡിലുള്ള 2-3 സുഹൃത്തുക്കളുമായി തന്നെ ഈ വിഷയം പങ്കുവെച്ചിരുന്നു. ആ പങ്കുവെച്ച സമയത്ത് അവർ കൃത്യമായിട്ടും പറഞ്ഞത് അവരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവന് അവിടെ ഇനി മര്യാദയ്ക്ക് അതല്ലെങ്കിൽ ഇവൻ ഈ തെണ്ടിത്തരം കാണിച്ചുകൊണ്ട് ഇനി അവിടെ നല്ല രീതിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ടുമുണ്ട്. മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം കൊണ്ടുവരാൻ തന്നെ ഇത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് ദേശീയ നേതൃത്വത്തെയും അതുപോലെ ഹിന്ദുത്വ സംഘടനാ നേതൃത്വത്തെയും നമ്മുടെ ഇപ്പൊ ഇവിടുത്തെ പുതിയ മന്ത്രിസഭ മോദിജിയുടെ സമിതി ഭരണം ഏറ്റെടുത്തിട്ടുള്ള അവരെ പോലും അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഹിന്ദി തർജ്ജമയൊക്കെ തയ്യാറാക്കി അവർക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടും ഇത് എത്തിക്കേണ്ടിടത്ത് പൂർണ്ണമായിട്ടും എത്തിച്ചിട്ടുണ്ട്. ഇവൻ അയർലൻഡിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തെ അവഹേളിക്കുക, ഭാരതത്തിനെതിരെ ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ട് പോലും എടുക്കാൻ പറ്റും. കാരണം ഇവിടെ ഒരു ഹിന്ദുവും ഒരു മുസൽമാനെയോ അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെയോ തള്ളി പറയാറില്ല. അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള സംസ്കാരം തന്നെയാണ്. ആ ഒരു കാര്യം തന്നെയാണ്, ഒരു ബന്ധം തന്നെയാണ് ഓരോ ഹിന്ദുവിനും ഇവിടെയുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വിത്തിന് പോലും ഇല്ലാതിരുന്ന ക്രിസ്ത്യാനികളും വിത്തിന് പോലും ഇല്ലാതിരുന്ന മുസ്ലിങ്ങളും എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് എന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെയാണ് അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ച് അവന് കിടക്കാനിടവും അവന് പെറ്റുകൂട്ടാൻ പെണ്ണുങ്ങളെ വരെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൊടുങ്ങല്ലൂരിലുള്ള ആദ്യത്തെ മുസ്ലിം പള്ളിയുടെ ചരിത്രമൊക്കെ പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതന്റെ ഒരു പ്രസംഗമൊക്കെ കേട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന ടോമി സെബാസ്റ്റ്യനെതിരെ കൃത്യമായിട്ട് നടപടികൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഏതൊരു ഹിന്ദുവിനും തന്റെ വിശ്വാസത്തെ തന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഭംഗം വരുത്തിയിട്ടുള്ള ആളുകൾക്കെതിരെ പരാതി കൊടുക്കാനാവുമെന്നിരിക്കെ ഇവിടെ ഓരോ വീഡിയോയ്ക്ക് താഴെയും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ അടിയിലും പരാതി കൊടുക്കണം, നിയമത്തിന്റെ അതിൽ കൊടുക്കണം, അവനെ അറസ്റ്റ് ചെയ്യണം, ജയിലിൽ അടയ്ക്കണമെന്ന് വാതോരാതെ കരയുന്ന അതല്ലെങ്കിൽ വാതോരാതെ കമന്റ് ഇട്ടുകൊണ്ട് സുഖമായി തന്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്നും പറഞ്ഞു പോകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് RV ബാബു സാർ കൂടി പറഞ്ഞിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബാബു സാർ കൂടി പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൂടിയാണ്. അത്തരത്തിലുള്ള ഓരോ ആളുകൾക്കും ഇവനെതിരെ പരാതി കൊടുക്കാൻ പറ്റുന്നതാണ്. വെറും ഇമെയിൽ ID തന്നെ ഇപ്പൊ ഓരോ ജില്ലയിലും ഓരോ SP-മാരുണ്ടായിരിക്കുമല്ലോ. ആ SP-മാർക്കോ അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട CI-മാർക്കോ നേരിട്ടോ അതല്ലെങ്കിൽ Gmail-ലൂടെ പരാതി കൊടുക്കാൻ പറ്റും. ഇമെയിൽ അയച്ചുകൊണ്ട് പരാതി കൊടുക്കാൻ പറ്റും. ആ ഇമെയിൽ പരാതി സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടും നടപടികളുടെ അപ്ഡേഷൻ ഫോളോ അപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഏതൊരാൾക്കും പേഴ്സണലായിട്ട് ചെയ്യാം. അതല്ലാതെ എല്ലാതും ഒരു ഹിന്ദു സംഘടന ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സംഘടനകളുടെ തലയിലേക്ക് ഉത്തരവാദിത്തം ഇട്ടുകൊടുക്കാൻ ഓരോ ഹിന്ദുവിന്റെയും ഉത്തരവാദിത്തം അതോടുകൂടി തീരുന്നില്ല. ഞാനൊരു ഹിന്ദുവാണെങ്കിൽ എന്നാൽ കഴിയുന്ന പ്രതികരണം നടത്തുക എന്ന് മാത്രമല്ല എന്നാൽ കഴിയുന്ന നിയമ പ്രതികരണം എല്ലാം ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ മുൻപിൽ തുറന്നു പറയുന്നതിന് യാതൊരു മടിയുമില്ല. പക്ഷെ ഒരു വ്യക്തിക്ക് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുന്നതിനുള്ള ലിമിറ്റേഷൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും ഇത് എന്റെ പ്രശ്നമാണ്, എന്റെ ആചാരത്തിന്റെ, എന്റെ അനുഷ്ഠാനത്തിന്റെ, എന്റെ സംസ്കാരത്തിന്റെ, എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോമി സെബാസ്റ്റ്യനെതിരെ ആർക്കും പരാതി കൊടുക്കാം. നിങ്ങളുടെ അതാത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാം. ഇനി നേരിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇമെയിലായിട്ട് പരാതി കൊടുക്കാം. അത്തരത്തിൽ ഇവനെതിരെ സ്റ്റേറ്റ് വിട്ടുകൊണ്ട് തന്നെ സംസ്ഥാനാന്തരമായിട്ട് തന്നെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇവനെതിരെ പരാതി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്ത്യ ഗവൺമെന്റിലേക്ക് തന്നെ ഇതിന്റെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ മഹാഭാരത യുദ്ധമായാലും ഈ പറയുന്ന നമ്മുടെ ഭഗവത്ഗീതയായാലും അതിനെതിരെ ശബ്ദിക്കുന്നവൻ രാജ്യദ്രോഹി തന്നെയാണ് എന്നുള്ളത് ഭാരത സംസ്കാരത്തിൽ ഊന്നി ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അത്തരത്തിൽ തന്നെ ആക്ഷേപിക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് ഇനി പ്രതികരണം ഡയറക്റ്റ് തന്നെ ആവേണ്ടതുണ്ട്. അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട്
ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാനൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഹിന്ദുവിന്റെയും ഉത്തരവാദിത്തം തീരുന്നില്ല. ഓരോ ഹിന്ദുവും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ട് നിയമത്തിന്റെ രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ വേറെ രീതിയിലാണ് അങ്ങനെ മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്തായാലും ഏകദേശം 20-25 മിനിറ്റുള്ള അരമണിക്കൂറോളം ബാബു സാറുമായി സംസാരിച്ച കൂട്ടത്തിൽ നിന്നും അവരും കൃത്യമായിട്ട് ഇവന്റെ നേറ്റീവ്, ഇവന്റെ ജന്മദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിന്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവന്റെ ബന്ധുക്കൾ ഇവിടെ ഇന്നുമുണ്ട്, അവന്റെ അടുത്ത റിലേറ്റീവ്സ് ഇന്നും ഇവിടെയുണ്ട്. അവൻ മാത്രമാണ് അയർലൻഡിലുള്ളത്. അയർലൻഡിലാണ് ഇരുന്നുള്ള ഞാൻ അയർലൻഡിലാണ്, എനിക്ക് എന്തും പറയാമെന്നുള്ള അഹങ്കാരത്തിന് അവന്റെ ജന്മനാട്ടിൽ തന്നെ പ്രതികരണം കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. അത് മാന്യ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ വലിയൊരു പ്രതിഷേധ അഗ്നി ഉയർന്നു വരുന്ന രീതിയിൽ തന്നെ ഇവന്റെ ഈ വൃത്തികേടുകൾ ഈ കൃത്യമായിട്ടും എത്തിച്ചിട്ടുണ്ട്. ഇവൻ ഒരിക്കലും ഒരു ഇസ്ലാമിക മതവിശ്വാസത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള ഖുറാനെ ബേസ് ചെയ്തുകൊണ്ടാവും, അതല്ലെങ്കിൽ അവരുടെ ഹദീസുകളെ ബേസ് ചെയ്തുകൊണ്ടാവും. ഇപ്പൊ നമുക്കറിയാം നുപൂർ ശർമ്മ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരി കൃത്യമായിട്ടും ജ്ഞാൻവാബി എന്ന് പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടെ ശിവലിംഗം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ കൃത്യമായിട്ടും നുപൂർ ശർമ്മയോട് ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു രാജ്യദ്രോഹി, ഒരു ഭീകരവാദി, ഒരു ഇസ്ലാമിക വർഗീയവാദി, ഒരു മദ്രസ പൊട്ടൻ ഇരുന്ന് ശിവലിംഗത്തെ വളരെ അധിക്ഷേപിച്ച സമയത്ത് ഇവരുടെ ഖുറാനിലും ഹദീസിലുമുള്ള ഒരു കാര്യം കൃത്യമായിട്ടും അവർ വിളിച്ചു പറഞ്ഞു. ഐഷ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ, അതല്ലെങ്കിൽ കുരുന്നിനെ, 6 വയസ്സാണോ 9 വയസ്സിലാണോ ഇവരുടെ പ്രവാചകനുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെടുത്തൽ, അല്ലെങ്കിൽ കുടുംബ ലൈംഗികപരമായ ആ രീതിയിലുള്ള സംസാരം അവരിൽ നിന്നുണ്ടാവുന്നു. അത് കൃത്യമായിട്ട് ഇവരുടെ ഹദീസുകളെയും ഖുറാനെയും ഒക്കെ അടിസ്ഥാനമാക്കി അവർ സംസാരിക്കുന്നു. അതോടുകൂടി അവരെ ശത്രുതാ ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ട് അവരെ കൊല്ലാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ള ഇസ്ലാമിക ജിഹാദികളെയൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ ഈ ടോമി സെബാസ്റ്റ്യന് വല്ലതും സംസാരിക്കാനാവുമോ? കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീ വിരുദ്ധത എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ഈ പറയുന്ന ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിൽ കാണാനാവും എന്നുള്ളത് നമ്മൾക്കറിയാം. സെബാസ്റ്റ്യൻ പുന്നിക്കലായാലും ഈ പറയുന്ന ജാമിദ ടീച്ചറായാലും അനിൽ കൊടിത്തോട്ടമായാലും ഒരുപാട് ആളുകൾ നമ്മൾക്കത് ഓരോ ദിവസവും വിളിച്ചോതി തരുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ അവന്റെ കയ്യും കാലും തലയും ഉണ്ടാവില്ല എന്നുള്ളത് ഈ ടോമി സെബാസ്റ്റ്യൻ അറിയാം. അതുകൊണ്ട് ഹിന്ദുക്കളുടെ തലയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരത്തിലേക്ക് ഓടിപ്പാഞ്ഞു കയറാൻ എളുപ്പമായിരിക്കുമല്ലോ. ആ രീതിയിൽ തന്നെ കയറിക്കൊണ്ടിരിക്കുന്ന ഓരോ വൃത്തികെട്ട വിഷങ്ങൾക്കും കൃത്യമായ മറുപടി നാം ഓരോരുത്തരും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിന്റെ പുതിയൊരു അപ്ഡേഷൻ ഇത്ര മാത്രമാണ്. കാരണം ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനാവാത്ത, എന്റെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഭഗവത്ഗീതയെയും മഹാഭാരത യുദ്ധത്തെയും ഒക്കെ ഇത്രയ്ക്കും അവഹേളിച്ച ഈ വൃത്തിഹീനനായിട്ടുള്ള ഈ മോൻ ചെയ്തിട്ടുള്ള ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ടോമി സെബാസ്റ്റ്യൻ, ഇവന്റെ വീട്ടുകാർക്കെതിരെ ആയാലും ഇവന്റെ നാട്ടിലും ഒക്കെ കൃത്യമായിട്ടും പ്രതിഷേധം ഇവൻ അനുഭവിക്കുക തന്നെ ചെയ്യും വരുന്ന ആളുകളിൽ നിന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിന്റെ പുതിയ അപ്ഡേഷനുകൾ വന്നു കഴിഞ്ഞാൽ അത് മാന്യ പ്രേക്ഷകരെ അറിയിക്കുമെന്നത് കൃത്യമായിട്ട് ഇവിടെ പറയാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.